നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ളൊരു എഫക്റ്റ് ഫിഗ്മയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. വളരെ സിമ്പിളാണിത്. ഈ ഒരു മെത്തേഡ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഫിഗ്മയുടെ ഫീച്ചറായ ഓട്ടോ ലേഔട്ട്, വേരിയൻറ്റ്, പിന്നെ ഒരു പ്ലഗിനും കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ടെക്സ്റ്റും ഐക്കണും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഐക്കൺ എവിടെയാണ് കിട്ടുന്നത് വെച്ചാൽ ഒരു പ്ലഗിൻ ഉണ്ട് ഫിഗ്മയുടെ. പ്ലഗിനിൽ പോയി കഴിഞ്ഞാൽ മെറ്റീരിയൽ ഡിസൈൻ ഐക്കൺസ്, ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഐക്കൺ കിട്ടും. അറൗണ്ട് 7296 ഇത്രയും ഐക്കൺസ് ഇതിലുണ്ട്. അത് മെറ്റീരിയൽ ഐക്കണിൻ്റെ അതേ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പ്രൊജക്റ്റിന് വേണ്ട എല്ലാ ഐക്കൺസും ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫിഗ്മയിൽ. നിങ്ങളുടെ വർക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മളെന്താ ചെയ്യാം, ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുക. ഓട്ടോ ലേഔട്ട് കണ്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാനിത് സെലക്ട് ചെയ്തു. ഇവിടെ കണ്ടില്ലേ ഈ റൈറ്റ് പാൻ, ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കൂ. ഷിഫ്റ്റ് എ കണ്ടില്ലേ, ഇവിടെ ചില കുറച്ച് സെറ്റിങ്സൊക്കെ വന്നിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ ഇത് ഓട്ടോ ലേഔട്ട് കൊടുത്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്തു. ഇവിടെ താഴെ കണ്ടില്ലേ സ്ട്രോക്ക്, അതിനൊരു സ്ട്രോക്ക് കൊടുത്തു. അപ്പോൾ കണ്ടോ ഇതുപോലെ. അപ്പോൾ എന്താണ്, ഇതെല്ലാം കൂടി ടച്ചായിട്ടാണുള്ളത്. നമുക്ക് ചെറിയൊരു പാഡിങ് വേണം. അതിനു വേണ്ടി ഇവിടെ കണ്ടോ, ഇത് ഹൊറിസോണ്ടലായിട്ട് 32 കൊടുത്തു, വെർട്ടിക്കൽ 24 കൊടുത്തു. കോർണർ ഒന്ന് റൗണ്ടഡ് ആക്കണം. അത് നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാല്യൂ മാറ്റാം. അപ്പോൾ നമ്മുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി. ഇനി എന്താണ് വേണ്ടത്, ഇത് ഹോവർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൗസ് ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആ എഫക്റ്റ് കൊണ്ടുവരണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ഒരു കമ്പോണൻ്റ് ആക്കുക. എങ്ങനെയാണ് കമ്പോണൻ്റ് ആക്കുക, ഇവിടെ കണ്ടില്ലേ ക്രിയേറ്റ് കമ്പോണൻറ്റ്, ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിതിനെ ഒരു പേര് കൊടുക്കുകയാണ്. ഇവിടെ ലെയറിൽ പോയിട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞ് ഞാനതിനൊരു പേര് കൊടുക്കുക. ഒരു കളറൊക്കെ മാറി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ആദ്യമുണ്ടായ കളറിൽ നിന്നും വേറെ കളറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നോ, ഇത് സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ ആഡ് വേരിയൻറ്റ്, ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതേപോലുള്ള ഒരു കോപ്പി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറമേ ആയിട്ട് ഇതുപോലെ ഒരു ഡോട്ടഡ് ലൈനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കമ്പോണൻറ്റിൻ്റെ വേരിയൻ്റായിട്ട് പുതിയൊരു ഒരെണ്ണം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട എഫക്റ്റ് അല്ലെങ്കിൽ കളർ, ഇത് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ എങ്ങനെയാണ് വേണ്ടത്, ഓവർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഇതിന് മാറ്റി കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഈ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ആ സൈഡിലോട്ട് മാറി. ഇവിടെ ഉണ്ടായിരുന്നത് നേരെ റൈറ്റിലോട്ട് പോയി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കളറ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഞാനിത് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെലക്ഷൻ കളറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കളറും ഒരുമിച്ച് തന്നെ മാറ്റാൻ വേണ്ടി പറ്റും. ഉണ്ടോ, പക്ഷെ എനിക്ക് വേണ്ടത് ഇതിൻ്റെ സ്ട്രോക്കല്ല വേണ്ടത്, അതിനെ നമുക്ക് ഒരു ഫില്ലാക്കി മാറ്റണം. സ്ട്രോക്ക് നമുക്ക് ആവശ്യമില്ല, ഫിൽ കളർ ചെയ്തു, ഇത് സ്ട്രോക്ക് ഒഴിവാക്കി. ഇനി ഇതിന് നമുക്ക് വൈറ്റ് കളർ കൊടുക്കണം. വൈറ്റ് കളർ ഉണ്ടല്ലോ, ഇത്രയായി. അപ്പോൾ നമ്മളുടെ രണ്ടാം ഘട്ടം കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്, ഇത് മൗസ് ഓവർ ചെയ്യുമ്പോൾ ഇതിലോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി ഇത് സെലക്ട് ചെയ്യുക. നേരെ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ പ്രോട്ടോടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഹോവർ ചെയ്യുമ്പോൾ ഒരു പ്ലസ് ഐക്കൺ വരുന്നുണ്ടോ, ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴത്തേട്ട് വലിച്ചിടുക. മനസ്സിലായില്ലേ, ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് താഴേക്ക് വലിച്ചിടുക. അപ്പോൾ ഇതുപോലെ ഒരു ഏരോ കണക്റ്റ് ആയതായിട്ട് കാണാം.
ഇനി എന്താണ് വേണ്ടത്? നമുക്കത് ഓവറിലാണ്, മൗസ് ഓവറിലാണ് അത് എഫക്റ്റ് വരേണ്ടത്. അപ്പോൾ വൈൽ ഹോവറിങ് അത് സെലക്ട് ചെയ്യുക. ഇനി സ്റ്റാർട്ട് ആനിമേറ്റ് കൊടുക്കുക. ഇൻസ്റ്റൻ്റാണ് ഡീഫോൾട്ട് വരിക, നിങ്ങളത് സ്റ്റാർട്ട് ആനിമേറ്റിലേക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം, എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്ത് ഔട്ട്പുട്ട് നോക്കാം. ഉണ്ടോ, നമുക്കൊരു എഫക്റ്റ് ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ അതിൻ്റെ ഒരു സോഴ്സ് ഫയൽ പോലെ കണക്കൂട്ടാം. എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നിങ്ങൾ പുറത്തിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുണ്ടാക്കിയ ആ കമ്പോണൻറ്റ് കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ? ഓഫേഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഉപയോഗിക്കാം. ഇതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. ഞാനതിനെ സെൻറ്ററായിട്ട് അലൈൻ ചെയ്യുകയാണ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഉണ്ടോ, നിങ്ങൾ അതിനെ ഓവർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. ഇതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓവറിൽ ചെയ്യാം. അങ്ങനെ അത് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇത് വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഞാൻ ഫിഗ്മയിൽ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതുണ്ടോ, നമ്മളിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി ഇവിടെ വരെ ഉണ്ടോ, ഗോ ടു ടോപ്പ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോപ്പിലോട്ട് പോയി. കണ്ടില്ലേ? ഈ ഫീച്ചർ വെച്ച് ഉണ്ടാക്കിയതാണ്. അതുപോലെ ഇവിടെ കണ്ടില്ലേ? ഉണ്ടോ, ഇതിൻ്റെ സ്പീഡൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി കൂടുതൽ ഫിഗ്മ വീഡിയോസ് ഉൾപ്പെടുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഫിഗ്മ വീഡിയോസ് കൂടുതൽ ചെയ്യാൻ പറ്റുമോ, ട്യൂട്ടോറിയൽസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ ഫിഗ്മ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.